ഹലോ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മെറ്റാലിക് ഇംപ്ലാന്റ് മെറ്റീരിയൽസ്, സെറാമിക് ആൻഡ് ബയോ ആക്റ്റീവ് ഗ്ലാസസ്. അതെ, സെറാമിക്സിന്റെ ഒരു സബ് പോർഷൻ ആയിട്ട് വരുന്ന ഒരു സാധനം തന്നെയാണ് ബയോ ആക്ടിവിറ്റി. നമ്മുടെ സിലബസിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കിടപ്പുണ്ടായിരിക്കും. സിലബസ് വാസ്റ്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾ അതിന് ടെൻഷൻ അടിക്കേണ്ട. നമ്മളെല്ലാം കറക്റ്റ് ഒരു പാത്തിൽ തന്നെയാണ് പോകുന്നത്. സോ നമ്മൾ മെറ്റാലിക് ഇംപ്ലാന്റ് മെറ്റീരിയൽസ് നിങ്ങൾ റിവിഷൻ നോക്കിക്കാണും, നിങ്ങളുടെ പഴയ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു വന്നു നോക്കിക്കാണും. നമ്മൾ മെറ്റാലിക് ഇംപ്ലാന്റ് മെറ്റീരിയൽസിലോട്ട് കടക്കുകയാണ്. സോ മെറ്റാലിക് ഇംപ്ലാന്റ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ മെറ്റൽ, നമ്മൾ മെറ്റലിനെ ഇംപ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. മെറ്റൽസ് ഉണ്ട്, പോളിമേഴ്സ് ഉണ്ട്, സെറാമിക്സ് ഉണ്ട്, കോമ്പോസിറ്റ്സ് ഉണ്ട്, നമ്മളെല്ലാം പഠിച്ചു, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നോക്കി, ക്ലാസിഫിക്കേഷനിൽ നോക്കി. അപ്പോൾ ഇവിടെ മെറ്റാലിക് ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരു മെറ്റലിനെ എടുക്കുന്നു. സോ ഫോർ എക്സാമ്പിൾ, ഇതൊരു മെറ്റലാണ്. ഈ മെറ്റലിനെ ഞാൻ അടിച്ച് പരത്തി കഴിഞ്ഞാൽ മെറ്റലിന് ആവശ്യത്തിന് സ്ട്രെങ്ത് ഉണ്ട്, നമ്മുടെ ആറ്റംസ് എല്ലാം ക്ലോസ്ലി പാക്ഡ് ആണ്, അല്ലെ, മോളിക്യൂൾസ് എല്ലാം ക്ലോസ്ലി പാക്ഡ് ആണ്. അപ്പോൾ നമുക്ക് നമ്മൾ അടിച്ചടിച്ച് മോളിക്യൂൾസിന്റെ ഷിഫ്റ്റ് ഡ്രിഫ്റ്റ് ഒക്കെ ഉണ്ടായിട്ട് എന്ത് ചെയ്യും, ഇതൊരു ഷേപ്പ് മാറും. നമ്മുടെ വേണ്ട ഷേപ്പിലേക്ക് നമുക്ക് അതിനെ മോഡിഫൈ ചെയ്യും. ബിക്കോസ് ഇറ്റ് ക്യാൻ അണ്ടർഗോ സ്യൂട്ടബിൾ സർഫസ് മോഡിഫിക്കേഷൻ, then we can make it suitable for implantation. Okay, then there are ഈ നമ്മുടെ മെറ്റാലിക് ഇംപ്ലാന്റ്സിനെ നമ്മൾ അണ്ടർഗോ ചെയ്യുന്ന പല സർഫസ് മോഡിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ പാസിവേഷൻസ്, അയണോഡൈസേഷൻ, കെമിക്കൽ ആൻഡ് അയൺ ഇംപ്ലാന്റേഷൻ, ടെക്സ്ചറിങ്. ഇതെല്ലാം ടെക്സ്ചറിങ് എന്ന് വെച്ചാൽ നമ്മൾ പോളിഷിങ് ദ സർഫസ്, സംതിങ് ലൈക്ക് ദാറ്റ്. ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മോഡിഫിക്കേഷൻസ് ഉണ്ടാകും. ആൻഡ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ടൈറ്റാനിയമാണ്. ടൈറ്റാനിയത്തിന് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ്, അതായത് നമ്മൾ ടൈറ്റാനിയത്തിന് എപ്പോഴും നമ്മൾ ഭയങ്കര ഒരു there are several levels of materials in the പെർസ്പെക്റ്റീവ് ഓഫ് ASTM, അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെഡിക്കൽ, അവരുടെ ഒരു സൊസൈറ്റി ഉണ്ട്. അപ്പോൾ ആ സൊസൈറ്റി ബേസ് ചെയ്യുമ്പോൾ ഗോൾഡൻ സ്റ്റാൻഡേർഡ് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. കാരണം ഒരുപാട് അപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്നതാണ് ടൈറ്റാനിയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെൻ്റൽ ആയാലും ഓർത്തോപീഡിക് ആയാലും അങ്ങനെ പല ഈ ഹാർട്ട് ടിഷ്യൂ ഇംപ്ലാന്റ്സിൻ്റെ ബേസിക്സിലേക്ക് യൂസ് ചെയ്യുന്ന ഒരു മെറ്റലാണ്. സോ നെക്സ്റ്റ് ഈസ് ടൈറ്റാനിക്സിന് നമുക്ക് അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് അറിയണം. അതിൻ്റെ അറ്റോമിക് നമ്പർ 22, അറ്റോമിക് വെയിറ്റ് 47.9, അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ ആണ്. ഇറ്റ് ഹാസ് എ ലോ സ്പെസിഫിക് ഗ്രാവിറ്റി, ഇറ്റ് ഈസ് ഹൈ ടു ഹീറ്റ് റെസിസ്റ്റൻസ്, ഇറ്റ് ഹാസ് ഹൈ സ്ട്രെങ്ത് ആൻഡ് കൊറോഷൻ. അതാണ് ഏറ്റവും വലിയൊരു മെറ്റൽസിൻ്റെ ഏറ്റവും വലിയൊരു കുറവെന്ന്, പെട്ടെന്ന് കൊറോഷൻ. അപ്പോൾ ആ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ അയണൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറയിടാവും. അതാണ് ഏറ്റവും വലിയ അതിൻ്റെ കുറവായിട്ട് നമ്മൾ പറയുന്നത്. സോ റെസിസ്റ്റൻസ് ടു കൊറോഷൻ, ദാറ്റ് ഇസ് ടൈറ്റാനിയം ഓക്സൈഡ് എന്ന് പറയുന്ന ഓക്സിഡേഷൻ നടന്ന ടൈറ്റാനിയം ഈസ് റെസിസ്റ്റൻസ് ടു കൊറോഷൻ. അതിൻ്റെ ശ്രദ്ധ ക്യാൻസൽ ചെയ്തപ്പോൾ പ്ലെയിൻ ടൈറ്റാനിയം, അതായത് വെറും റോ ടൈറ്റാനിയം ആൻഡ് ടൈറ്റാനിയം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയം ഓക്സൈഡ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം. ആൻഡ് ബിക്കോസ് ടൈറ്റാനിയം ആൻഡ് ഇറ്റ്സ് അലോയ്സ് ആണ് ഇതിൻ്റെ ഒരു ടൈപ്പിൽ പറഞ്ഞാൽ. ടൈറ്റാനിയം ഉണ്ട്, കോബാൾട്ട് ക്രോമിയം ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട്. പ്യുവർ ടൈറ്റാനിയം ഫോം സെവറൽ ഓക്സൈഡ് സച്ച് മോണോക്സൈഡ്, ഡയോക്സൈഡ് ആൻഡ് ട്രയോക്സൈഡ്, 3 ഫോം ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അറിയാലോ, നമ്മൾ ടൈറ്റാനിയം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ TiO2 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മോസ്റ്റ് സ്റ്റേബിൾ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും മോസ്റ്റ് സ്റ്റേബിൾ ടൈപ്പ് ഓഫ് ടൈറ്റാനിയം ഈസ് TiO2. Okay, see the titanium alloys are most commonly used. അതിൻ്റെ titanium 6, aluminum 4, വിറ്റാലിയം അത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പല ടൈപ്പ് ഓഫ് എന്താ പറയുക കോൺഫിഗറേഷൻസ് ആണ്. Ti6Ai4V, Ti6A4V എക്സ്ട്രാ ലോ ഇൻഡസ്ട്രീഷ്യൽ എന്ന് പറയുന്ന 2 കാറ്റഗറീസ് ഉണ്ട്. ആൻഡ് ഒരു ബോണിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സ്പെസിഫിക് ആണ്. ഒരു ബോണിനെ എടുത്തിട്ട് ബോണിനോട് വളരെ നിൽക്കുന്ന എലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഉള്ളത് ടൈറ്റാനിയം. ബോണുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഈസ് വിത്ത് ടൈറ്റാനിയം. ഓക്കെ, പിന്നെന്താ പറയുക, ഇത് ഉള്ളതുകൊണ്ട് ഈ ഒരു ബോണിൻ്റെ ഫാക്ടർ സെയിം ആയതുകൊണ്ട് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, പ്ലേസ്മെന്റ് ഓഫ് ദ മെറ്റീരിയൽസ് വെരി മച്ച് പോസിബിൾ. ആൻഡ് ELA എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഓക്സിജൻ ലോ ആയിരിക്കും. സോ അതിൻ്റെ ഡക്റ്റിലിറ്റി ഫാക്ടർ ഇംപ്രൂവ് ആവും. പിന്നെ ഇപ്പോഴും ടൈറ്റാനിയത്തിന് ഒരുപാട് ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായിട്ട് Ti13, NB13 സിർക്കോണിയ ഒക്കെ യൂസ് ചെയ്തു. അതുപോലെ തന്നെ Ti14M, മോളിബഡിനിയം യൂസ് ചെയ്തുള്ള ഇംപ്രൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. ദേ ഓൾസോ എക്സിബിറ്റ് ഗ്രേറ്റർ കൊറോഷൻ റെസിസ്റ്റൻസ്. അപ്പോൾ മാക്സിമം കൊറോഷൻസ് കുറച്ച് കൊണ്ടുവരാനാണ് ഈ മെറ്റീരിയൽ സയൻസിൽ ടൈറ്റാനിയത്തിന് കൂടുതൽ അവർ പ്രാപ്തമാക്കുന്നത്. ഓക്കെ, there are different grades where grade 1 ആകുമ്പോൾ 0.18% of oxygen ഉണ്ടാകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഗ്രേഡ് കുറയുന്നതോറും ഓക്സിജന്റെ പെർസെൻറ്റേജ് കൂടുന്നുണ്ട്. ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ടൈറ്റാനിയം ആർ ഇറ്റ് ഹാസ് ഹയർ ഡിഗ്രി ഓഫ് ബയോകോമ്പാറ്റബിലിറ്റി, ഹൈ സ്ട്രെങ്ത്
ഇറ്റ് ഹാസ് ഹൈ കൊറോഷൻ റെസിസ്റ്റൻസ്. ഇതൊക്കെ നമ്മൾ നോക്കിയതാണ്. ദ ഡിസഡ്വാൻറ്റേജ് ശ്രദ്ധിക്കുക, ഇത്രയും കോമൺലി നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ടൈറ്റാനിയം ഹാസ് മെനി ഡിസഡ്വാൻറ്റേജസ്. മെനി ഫ്യൂ ഡിസഡ്വാൻറ്റേജസ്. അതിൻ്റെ കോസ്റ്റ് ഹൈ ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിനെ കമ്പയർ ചെയ്യുമ്പോൾ ടൈറ്റാനിയത്തിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ഇറ്റ്സ് കോസ്റ്റ് ഈസ് ക്വൈറ്റ് ഹയർ ആൻഡ് ഡിഫിക്കൽട്ട് ആൻഡ് ഡേഞ്ചറസ് ടു കാസ്റ്റ്. കാസ്റ്റ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു മെറ്റീരിയലാണ് ടൈറ്റാനിയം. കാസ്റ്റ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു മെറ്റീരിയലാണ് ടൈറ്റാനിയം. ഓക്കെ, so this is all about titanium. Now we are looking towards cobalt, chromium, molybdenum alloys. So ഞാൻ എവിടെയെങ്കിലും ഫാസ്റ്റ് ആയിട്ടെങ്കിൽ you can go and repeat it with the video. Okay, elemental composition of this alloy. Cobalt, chromium, molybdenum alloys എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. 100% എന്ന് പറയുന്ന ഒരു ഐഡിയൽ കണക്കെടുക്കുമ്പോൾ 63% കോബാൾട്ട് ആണ് ഇതിൻ്റെ ഉള്ളത്. അതിൽ 30% ക്രോമിയം, അതാണ് COCR എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാലും അതും കോബാൾട്ട് ക്രോമിയം എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഇറ്റ് ഹാസ് മോളിബെഡ്നിയം 5% ആൻഡ് റസ്റ്റ് ഇപ്പോൾ 98%. ബാക്കി 2% കാർബൺ ഉണ്ട്, മാംഗനീസ് ഉണ്ട് ആൻഡ് നിക്കൽ ട്രേസസ്. ട്രേസസ് എന്ന് വെച്ചാൽ വളരെ ഫ്യൂ പെർസെൻറ്റേജ്, 0.5 0.8% ആണ് ആ ഒരു ട്രേസസ് എന്ന് അവർ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, so the next is, see, cobalt provides a continuous phase of the alloy. It is ഇപ്പോൾ ഒരു മെറ്റീരിയൽ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫുൾ ഫേസിന്, അതായത് അതിൻ്റെ ഒരു ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ കൊടുക്കുന്ന കോബാൾട്ട് ആണെങ്കിൽ ക്രോമിയം പ്രൊവൈഡ്സ് corrosion resistance. ആ പോയിന്റ് ശ്രദ്ധിക്കുക. എന്തിനാണ് ഇത്രയും കോമ്പിനേഷൻസ് എല്ലാം വരുന്നത് വെച്ചാൽ ക്രോമിയം പ്രൊവൈഡ്സ് corrosion resistance through the oxide surface, that is Cr2O3. okay, molybdenum എന്താണ്? It's a stabilizer. Basically it's a stabilizer and also it provides bulk and corrosion resistance. ബൾക്ക് എന്ന് വെച്ചാൽ ഈ സ്ലിപ്പായി പോകുന്നതും കെട്ടിക്കിടക്കുന്നതെന്നൊക്കെ പറയില്ല, അതിനാണ് ബൾക്ക് എന്ന് പറയുന്നത്. കൊറോഷൻ എന്ന് പറയുന്നത് തുരുമ്പിക്കുന്നത്. കാർബൺ സർഫസ് ഹാർഡ്, കാർബൺ എപ്പോഴും ഉള്ളിടത്ത് ഹാർഡ്നെസ് കൂടും. അതാണ് ഡയമണ്ട് ഭയങ്കര ബ്രിട്ടിലായിട്ടുള്ളൊരു മെറ്റീരിയൽ ആണെങ്കിൽ പോലും അതിൽ ഒരുപാട് കാർബൺ ഉള്ളതുകൊണ്ടാണ് അതിന് നമ്മൾ ഒരുപാട് സ്ഥലത്ത് സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയലായിട്ട് കണക്കാക്കുന്നത് ഡയമണ്ടിനായിട്ട്. കാരണം കാർബൺ കോമ്പോസിഷൻ അതിൽ കൂടുതലാണ്. Secondary phase based on CO, CR, MO, NiC provides 4 times that of a compact bond. ഒരു ബോണ്ടിനെക്കാളും സെക്കൻഡ് ഫേസ് കോബാൾട്ട് ക്രോമിയംസ് ഇറ്റ് വിൽ പ്രൊവൈഡ് എന്താ പറയുക, ബോണ്ടിനെക്കാളും ഭയങ്കര ഒരു ബലം അതിന് തരാനുള്ള കഴിവുണ്ട്. സോ കോബാൾട്ട് ക്രോമിയത്തിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. ലോ കോസ്റ്റ് ഭയങ്കരമാണ്. ടൈറ്റാനിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് കുറവാണ്. ഡിഫിക്കൽട്ട് ഫാബ്രിക്കേഷൻ ഈസിയാണ് ആൻഡ് പ്രോപ്പർലി ഫാബ്രിക്കേറ്റഡ് നല്ല ബയോ കോമ്പാക്റ്റബിൾ ആണ്. okay, and disadvantages is poor ductility and കുറച്ച് ബലം കുറവ്. വേറെ Vitalium was introduced by Venable in 1930 as a part of COCR MO alloy family. Vitalium EI എന്നെവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയോ, that is Vitalium composition. okay, so this is all about cobalt. now ഇപ്പോൾ മനസ്സിലായി ടൈറ്റാനിയത്തിനിടയിൽ പല മേഖലയിൽ കോബാൾട്ടിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇനി അവിടെ നിന്ന് വരുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കാര്യം പറയുമ്പോൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കോമ്പിനേഷനിൽ 18% ക്രോമിയം ഫോർ കൊറോഷൻ റെസിസ്റ്റൻസ്, 8% നിക്കൽ ടു സ്റ്റെബിലൈസ് ദ ആസ്തെറ്റിക് സ്ട്രക്ചർ. അല്ലേ, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ എപ്പോഴും ഒരു ആസ്തെറ്റിക് പറ്റും. നമ്മൾ ഇടിവിളൊക്കെ ഇട്ടുന്ന കണ്ടിട്ടില്ലേ, നല്ല തിളക്കം എപ്പോഴും ഉണ്ടാവും. 8% നിക്കലാണ് അതിന്. പിന്നെ ബാക്കി 80% അതിൽ അയൺ തന്നെയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ 80% അയൺ ആണ്. 80 + 8 88 + 10 98 100 above പോകുന്നുണ്ടോ? ഓക്കെ, മേ ബി ദാറ്റ്സ് അല്ല 98 മേ ബി ഇത് 0.8 ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ആൻഡ് സം കാർബൺ is there, and also it is high strength and ductility, hence it is resistant to brittle fracture. പൊട്ടിയൊന്നും പോകുന്നില്ല. ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ഈസി ടു ഫാബ്രിക്കേറ്റ്. വളരെ ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ള സാധനമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇറ്റ് ഈസ് വെരി മച്ച് എന്താ പറയുക, പാവപ്പെട്ടവൻ്റെ രാജാവ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു മെറ്റീരിയലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ആൻഡ് ഇറ്റ് ഡിസഡ്വാൻറ്റേജസ് കനോട്ട് ബി യൂസ്ഡ് ഇൻ Ni sensitive patients and susceptible to pit and crevice corrosion. എന്താ പറയുക, ചില ഗ്യാപ്പുകളിലൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊറോഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. കാരണം ചില ആസിഡിക് എൻവയോൺമെൻറ്റ് കൂടുതലുള്ള സ്ഥലത്ത് അതുണ്ടാവും. ആൻഡ് ഇറ്റ് ഹാസ് എ ഗാൽവാനിക് പൊട്ടൻഷ്യൽ. സോ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ബട്ട് റെസ്റ്റ് ഓഫ് ദം നമ്മളെന്താ പറയുക, ഒരു നോർമൽ കമേഴ്ഷ്യൽ മെറ്റീരിയലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. And see, there are other materials, cobalt, chromium, molybdenum alloy consists of 63% of cobalt, chromium, nickel and molybdenum. And see, there are stabilizers. Vitalium was implant material. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ടിക്കോണിയം,
nickel, chromium, molybdenum, beryllium alloy was used as a dental implant through the shows less biocompatibility. Biocompatibility less ആണെങ്കിൽ പോലും it can also titanium എന്ന് പറയുന്ന ഒരു പുതിയ സാധനം. It's a new term. നിങ്ങൾ നോക്കി വെച്ചോ, new term titanium. Okay, it can അതിന്റെ biocompatibility less ആണെങ്കിലും it is used in dental implants. Then other titanium's excellent biocompatibility, COCR, MO alloys, and stainless steel are still sometimes used in larger implants, used in subperiosteal and transosteal implants. The dental dental implants castability and low cost. കോണിയത്തിൻ്റെ കാര്യത്തിൽ കാസ്റ്റബിലിറ്റി ആൻഡ് ലോ കോസ്റ്റ് ഈ കുറേ അതർ മെറ്റീരിയൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കാസ്റ്റബിലിറ്റി ലോ കോസ്റ്റും കുറവാണ്. അതുകൊണ്ടാണ് അതർ മെറ്റാലിക് ഇംപ്ലാന്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ കുറച്ച് MCQs നോക്കാം. ഈ മെറ്റാലിക് ഇംപ്ലാന്റ്സിൽ നോക്കി വന്ന കുറച്ച് MCQs നോക്കാം. See, this is ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ സർഫസ് മോഡിഫിക്കേഷൻ അല്ലെ, മെറ്റാലിക് ഇംപ്ലാന്റ്സിന്റെ സർഫസ് മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ അതിന്റെ ബയോകോമ്പാറ്റബിലിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്തത് വിച്ച് ക്യാൻ മോഡിഫൈ എ മെറ്റാലിക് ഇംപ്ലാന്റ് ഏതൊക്കെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. പാസിവേഷൻ കേട്ടിട്ടുണ്ട്, അയനൈസേഷൻ ഉണ്ട്, അയൺ ഇംപ്ലാന്റേഷൻ ഉണ്ട്. അപ്പോൾ ആൻസർ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം, ഓൾ ദ എബോവ്. ആൻസർ ഡി. ഓക്കെ, അതുപോലെ തന്നെ വിച്ച് മെറ്റൽ ഇംപ്ലാന്റ് ഇസ് ഡേഞ്ചറസ് ഫോർ കാസ്റ്റിംഗ്. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാം. കാസ്റ്റിങ്ങിന് ഡേഞ്ചറസ് ആയത് ടൈറ്റാനിയത്തിനെ കുറിച്ച് നമ്മൾ വളരെ നല്ല കാര്യങ്ങൾ പറഞ്ഞു. സ്റ്റെയിൻലെസ് സ്റ്റീൽ ലാസ്റ്റ് ഇപ്പം നമ്മൾ നോക്കിയിട്ടുള്ളൂ, അതല്ല എന്തായാലും കോബാൾട്ട് ആൻഡ് ക്രോമിയം ആണ്, ബട്ട് ഇറ്റ് ഈസ് ഈസി ടു കാസ്റ്റ് ആണ്. പക്ഷെ ആദ്യം നോക്കി ടൈറ്റാനിയം ഓക്സൈഡ്സ് ആർ ഡേഞ്ചറസ് ഇൻ കാസ്റ്റിംഗ്. കാരണം ടൈറ്റാനിയം ആയാലും TI എന്ന് തന്നിട്ടുണ്ടെങ്കിലും ടൈറ്റാനിയം തന്നിട്ടുണ്ടെങ്കിലും ടൈറ്റാനിയം ഓക്സൈഡ്സ് എന്നുള്ളത് ടൈറ്റാനിയം. അറിയാതെ പോലും ഈ ഓപ്ഷനിൽ പോകരുത്, കാരണം കൺഫ്യൂസിംഗ് ആണ്. So C is your answer. So the next is in an elemental composition, which element serves as a strengthening factor and stabilizer? കാർബൺ ഹാർഡനിങ്ങിന് യൂസ് ചെയ്യുന്ന നമ്മളൊരു ഇതിൽ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റെബിലൈസ്, ആ മെറ്റീരിയലിനെ സ്റ്റെബിലൈസ്, അതായത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആടി ഉലയില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പല പാർട്സും പല രീതിക്ക് ഇരിക്കരുത്, അതിനൊരു സ്റ്റെബിലിറ്റി എപ്പോഴും. ഓക്കെ, അപ്പോൾ ആ സ്റ്റെബിലിറ്റി ഫാക്ടറിനെ ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തായിരിക്കും? നമുക്കറിയാം, നമ്മളേറെ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ മെറ്റാലിക് ഇംപ്ലാന്റ്സിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് യു ക്യാൻ ഈസിലി ഗോ ഫോർ നമ്മുടെ മോളിബെഡിനം ആണ് സ്ട്രെങ്തനിങ് ഫാക്ടർ ആൻഡ് സ്റ്റെബിലൈസർ. ഇറ്റ് ഈസ് ആക്ച്വലി കാർബൺ സ്ട്രെങ്തനിങ് ഫാക്ടറിയാണ്, മോളിബെഡിനം സ്ട്രെങ്തനിങ് ഫാക്ടറിങ് ആണ്. പക്ഷെ നമ്മളിത് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി കോബാൾട്ട് COCR-നാണെങ്കിൽ ദ ആൻസർ ഞാൻ രണ്ട് ക്വസ്റ്റ്യനും ഇത് മാപ്പ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. COCR-നാണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ മോളിബെഡിനം, അതിന് അതേസമയം സ്ട്രെങ്തനിങ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്, യു ക്യാൻ ഗോ ഫോർ കാർബൺ. പക്ഷെ ആൻസർ C എന്ന് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ക്യാൻ A ഇൻ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്. രണ്ട് ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, ഇത് ഏത് ക്വസ്റ്റ്യൻ ആണോ മാപ്പ് ചെയ്ത് നോക്കാം. നിങ്ങൾ COCR എടുത്താലും TI ടൈറ്റാനിയം എടുത്താലും ഇത് രണ്ടിൻ്റെ ആൻസർ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാം. In an elemental composition of stainless steel, which element serves as the corrosion resistance? So ഇവിടെയാണ് ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ചോദിക്കുമ്പോൾ ഇറ്റ്സ് ഓബ്വിയസ്ലി കാർബൺ. വളരെ സിമ്പിൾ ആയിട്ട് കാർബണിനെ പറഞ്ഞിട്ട് നമുക്ക് പാട്ടപ്പാടി പോകാം. ഓക്കെ, although the biocompatibility is low, it is used in ഇപ്പം നമ്മൾ പറഞ്ഞ ടൈറ്റാനിയം അല്ലേ? അല്ല, ടൈറ്റാനിയം ചാടിക്കറി ടൈറ്റാനിയം മാർക്ക് ചെയ്യരുത്. ഇത് അതർ മെറ്റീരിയൽസിൽ നമ്മൾ പഠിച്ചതാണ്, അതർ മെറ്റാലിക് ഇംപ്ലാന്റ്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. സോ അത് ടിക്കോണിയമാണ്, ടൈറ്റാനിയം അല്ല, ടിക്കോണിയം. നമ്മുടെ നിക്കലിൻ്റെയും കോബാൾട്ട് ക്രോമിയത്തിൻ്റെയും കോമ്പിനേഷൻ നമ്മൾ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, അതാണ് നമ്മൾ ഇവിടെ ഡെന്റൽ ഇംപ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്നത്. ഓൾസോ ബയോകോമ്പാറ്റബിലിറ്റി ഇസ് ലോ എന്ന ടേം നമ്മൾ മറന്നു പോകുന്നത്. സോ ഈ 5 MCQസും നമ്മുടെ മെറ്റാലിക് ഇംപ്ലാന്റ്സിനെ ചുറ്റിപ്പറ്റി വരുന്ന കാര്യങ്ങളാണ്. സോ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, ലോ ടെൻസൈൽ സ്ട്രെങ്ത്, ബ്രിട്ടിൽനെസ്, ഡക്റ്റിലിറ്റി, എന്ത് ഫാക്ടേഴ്സ് വെച്ച് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. സോ നമ്മളെ പ്രോപ്പർട്ടീസിൽ വളരെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വി വിൽ മൂവ് ടുവേർഡ്സ് സെറാമിക്സ്. സെറാമിക് പോട്ട്, നമ്മുടെ സെറാമിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാത്റൂം ആക്സസറീസ് ആയിരിക്കും നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, അല്ലേ? സോ സെറാമിക്സ് ആർ റിഫ്രാക്ടറി പോളി ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട്സ്. They are basically refractory, remake it as a polycrystalline compound. അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് യൂഷ്വലി ഇൻഓർഗാനിക്, ഹൈലി ഇനേർട്ട് ആണ്, ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ,
Compression strength high ആണ്. Good electrical and thermal insulators are there. Good aesthetic appearance. കാണാൻ നല്ല ഭംഗിയാണ്. And its application is orthopedic implants, dental implants അല്ലേ, നമ്മുടെ പല്ല് എല്ലിലൊക്കെ white color aesthetic appearance ഉള്ള സാധനങ്ങളാണ്. So we use mostly these materials for that purpose. And compresses of non load bearing activity. ഒരുപാട് ലോഡ് ബിയർ ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ നമ്മുടെ വാഷ് ബേസിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ലോഡ് വീണ് കഴിഞ്ഞാൽ അത് പോയി, അത് ബ്രേക്കായി താഴെ വീഴും. ഒരുപാട് ലോഡ് അതിന് ബിയർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സെറാമിക് പ്ലേറ്റ്സും അതിന് വലിയൊരു എക്സാമ്പിളാണ്. ഓക്കെ, see these are some ceramics which are basically used in biomedical applications. Alumina is there, zirconia, pyrolytic carbon, bioglass, oxyapatite, low temperature, high temperature ഉണ്ട്, tricalcium phosphate. Okay. So ഇതിൽ മോസ്റ്റ്ലി നമ്മൾ ഇവിടെ നമ്മുടെ സിലബസിൽ ബയോഗ്ലാസിനെ കുറിച്ച്, അതായത് Na2O, CaO, P2O3, SiO ബയോ ആക്റ്റീവ് എലമെന്റ് ആണ്. There are 3 types of bioceramics. One is bio inert, other is bioactive, and other is degradable. Degradable എന്ന് പറഞ്ഞാൽ അലിഞ്ഞ് നമ്മുടെ ബോഡിയിലേക്ക് ആ മെറ്റൽ യൂസ് ചെയ്താൽ നമ്മുടെ ബോഡിയിൽ തന്നെ അത് അലിഞ്ഞ് പൊക്കോളും. ഓക്കെ, അതാണ് അതിന്റെ ബയോഡിഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ബയോ ആക്റ്റീവ് മീൻസ് ഇറ്റ് ഇസ് ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ ദ ഇംപ്ലാന്റേഷൻ. ബയോ ഇനേർട്ട് മീൻസ് ഇറ്റ് വിൽ ബി നോട്ട് എ ബിഗ് പാർട്ട് ഓഫ് the implantation. So this is the types of biomaterials, so ceramics. And naturally there are ceramic polymer composites are നമ്മുടെ പല്ല്, എല്ല്, പിന്നെ കടലിലെ കാണുന്ന ഷെൽസ് ഒക്കെ, it's a ceramic material. And mineral component, the hydroxyapatite is a mineral component. The texture and different ആണ്, porous ആയിരിക്കും, കൂടുതലും അത് porous ആയിരിക്കും. Its natural ceramic components is mineralization നടക്കുന്ന സാധനങ്ങളാണ്. സിന്തറ്റിക് ഹൈഡ്രോക്സിഅപ്പറ്റൈറ്റ് ബോൺ തമ്മിലുള്ള ഏകദേശ ഷേപ്പ് സിമിലാരിറ്റി നമുക്ക് അതിൽ തന്നെ കാണാൻ പറ്റും. ഓക്കെ, എന്താ പറയുക, കാൽഷ്യം ഫോസ്ഫേറ്റ്സ് ഒക്കെ ബയോ ആക്റ്റീവ് ആണ്. അതേസമയത്ത് ചില ഹൈഡ്രോക്സിഅപ്പറ്റൈറ്റ് ഒക്കെ സിന്തറ്റിക്, അതായത് നമ്മൾ മാൻമെയ്ഡ് എന്ന് തന്നെ പറയാം, പക്ഷെ അതിൻ്റെ ഒരു ഫോർമേഷൻ ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഇനേർട്ട് സെറാമിക്സ് ആയ അലുമിനിയെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫെമറൽ ഹെഡ്സിനൊക്കെ, ഫെമറൽ അറിയാം, നമ്മുടെ മുട്ടിൻ്റെ ഫെമറൽ ഹെഡ്സ്, നമ്മുടെ ഹിപ്പിൻ്റെ അവിടെയുള്ള ഫെമറൽ ഹെഡ്സിനൊക്കെ വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഒരുപാട് കണ്ട് ഇത്രയും നമ്പർ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓൾറെഡി 1987 തൊട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. സ്മോളർ ഇൻ ഗ്രെയിൻ സൈസ് ആൻഡ് പോറോസിറ്റി. ഗ്രെയിൻ സൈസ് ആൻഡ് പോറോസിറ്റി ഇസ് ദ മെയിൻ ഫാക്ടർ ഓഫ് എ സെറാമിക്. ഓക്കെ, ഇറ്റ്സ് ഹയർ ഇൻ സ്ട്രെങ്ത് ആൻഡ് സ്ട്രെങ്ത് ഇവിടെ ദ എലാസ്റ്റിക് മോഡുലസ്, യങ്സ് മോഡുലസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Young's modulus is 380 GPa, pascals, gigapascals. And high hardness, low friction, low wear, corrosion resistance. Friction ഒക്കെ വളരെ കുറവാണ്. Wear no wear particle generated, biocompatible എന്നാണ് പറയുന്നത്. Inert ceramics aluminium. Alumina. ഇനി ഈ അലുമിന ഓക്സൈഡ്സ് ഉണ്ട്, Al2O3. ബേസിക്കലി ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെയാണ്. ഓർത്തോപീഡിക്സ്, ഫെമറൽ ഹെഡ്, ബോൺ സ്ക്രൂ ആൻഡ് പ്ലേറ്റ്സ്, പോറസ് കോട്ടിങ്സ്, പോറസ് സ്പേസസ്, നീ പ്രോസ്തസിസ് ആൻഡ് ഡെന്റൽ ക്രൗൺസ്. സി, ഇപ്പോൾ നമ്മുടെ പല്ല് തന്നെ എടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു നമ്മുടെ പല്ലാണെന്ന് എടുക്കാം. പല്ലിൻ്റെ അകത്ത് ചില ഇൻഫെക്ഷൻസ് വന്ന് പോറസ് ആണ്. ഈ പോറസ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വി ക്യാൻ യൂസ് ദിസ് മെറ്റീരിയൽ, for porous fillings. So here are bioactive വരുമ്പോൾ glass ceramics ആണ്. It's inorganically melt and cooled to solid from without crystallization. It's amorphous. Atomic order is very short range, so it is brittle. And എന്താ പറയുക, ഗ്ലാസ് സെറാമിക്സ് ഉണ്ടാക്കിയെടുക്കുന്നത് പോളിക്രിസ്റ്റലൈൻ സോളിഡ് പ്രിപ്പയർഡ് ബൈ കൺട്രോൾഡ് ക്രിസ്റ്റലേഷൻ ഓഫ് ഗ്ലാസ്. കൺട്രോൾഡ് ക്രിസ്റ്റലൈസേഷൻ ഓഫ് ഗ്ലാസ് പ്രോസസ്സറാണ് ഗ്ലാസ് സെറാമിക്സിനെ അവർ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. ബയോസെറാമിക്സ് ആർ ദ ഫസ്റ്റ് ബയോമെറ്റീരിയൽസ് ടു ഡിസ്പ്ലേ ബയോ ആക്ടിവിറ്റി. ബോണ്ട് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. കേപ്പബിൾ ഓഫ് ഡയറക്റ്റ് കെമിക്കൽ ബോണ്ടിങ് വിത്ത് ഹോസ്റ്റ് ടിഷ്യൂ. നമ്മുടെ ഗ്ലാസ് സെറാമിക്സിൽ നമ്മുടെ ബോണ്ട് ടിഷ്യൂസുമായിട്ട് ഡയറക്റ്റ് കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ പറ്റുന്നുണ്ട്. ബോണ്ട് ബിൽഡിംഗ് സെൽസിൽ ഉണ്ട്. ആൻഡ് its combinations include SiO2, CaO and Na2O. See, there are, but the negative side is it cannot be used in load bearing applications. Use load കൂടുതൽ പോകുന്ന സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. Ideal as bone cement filler and coating due to its biodisplayability. ഈ ടിഷ്യൂസ് ആയിട്ട് എച്ച് ചെയ്യാൻ ഒരു കഴിവുള്ളതുകൊണ്ട് വി ക്യാൻ
കൺസിഡർ ഇറ്റ് ആസ് കോട്ടിംഗ് ഫില്ലിംഗ് എന്ന ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ബയോ ആക്റ്റീവ് സെറാമിക്സ് ആയ ഗ്ലാസ് സെറാമിക്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു. ആൻഡ് കാൽഷ്യം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ കാൽഷ്യം ഓർത്തോ ഫോസ്ഫേറ്റ് അറിയാം, നമ്മൾ സ്ഥിരം കേൾക്കുന്ന പേരാണ്. ഡെന്റൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ഫോം പൗഡേഴ്സ് ആയിട്ട്, സ്കാഫോൾഡ് ആയിട്ട്, കോട്ടിങ്സ് ആയിട്ട്, ബോൺ സിമെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഈ കോട്ടിങ്സ് നമ്മൾ മെറ്റൽസിന്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട്, ഹാർട്ട് വാൾവ്സിന് ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കോട്ടിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അകത്ത് യൂസ് ചെയ്യുമ്പോൾ, ഇതിനെ കോട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അധികം ക്ലോട്ടിങ്, ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകില്ല. നമ്മൾ ഈ ഫോറിൻ ബോഡി ആണല്ലോ വെച്ചു കൊടുക്കുന്നത്. So it is used to see damage, bone repair, filling of bone tumors, repair and fusion of vertebrae, repair of herniated disc, repair of maxillofacial and dental defects, ocular implants, drug delivery resistant coatings. I already discussed. So these are the uses of calcium phosphate. So why we use bioceramics? അതിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ബയോളജിക്കൽ ആക്ടിവിറ്റി ആൻഡ് സ്ട്രെസ് ഷീൽഡിങ് കുറവാണ്. ഡിസീസ് ട്രാൻസ്മിഷൻ്റെ ഗുണങ്ങളുണ്ട്. അൺലിമിറ്റഡ് മെറ്റീരിയൽസ് ഉണ്ട്, നമുക്ക് ഇഷ്ടംപോലെ കിട്ടും മെറ്റീരിയൽ. ഓർഗാനിക്കലി നാച്ചുറലി തന്നെ നമുക്ക് കിട്ടും, സിന്തറ്റിക്കലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് ഇറ്റ് ഇസ് ബ്രിട്ടിൽനെസ്, നോട്ട് ഫോർ ലോഡ് ക്യാരി. ഓക്കെ, സോ മൊത്തത്തിലൊരു കമ്പാരിസൺ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടേബിൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ലോ, മോഡറേറ്റ്, എക്സലൻ്റ് എന്ന ഒരു ഗ്രാഫിൽ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ controlled crystallization of glass results, ceramic implants ടോപ്പിക്കാണ്. കൺട്രോൾഡ് ക്രിസ്റ്റലൈസേഷൻ ഓഫ് ഗ്ലാസ് റിസൾട്ട്. ഗ്ലാസ് സെറാമിക്സ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്ലാസ് ബയോഗ്ലാസ് നേരത്തെ ഗ്ലാസ് സെറാമിക്സ് അല്ലെങ്കിൽ ബയോഗ്ലാസ് അങ്ങനെ നമുക്ക് എ ആണ് ആൻസർ. ബാക്കിയൊന്നും ഇതിനോട് ബന്ധമില്ല. അലുമിനെ കൺഫ്യൂസ് ചെയ്യാം, പക്ഷെ ബാക്കി ഇതിനോട് ബന്ധമില്ല. ഓക്കെ, ദിസ് ഇസ് റിപ്പീറ്റിംഗ് എന്ന് നോക്കണ്ട. Which ceramics mostly used for coatings? Which ceramics mostly used for coatings? Coating. ഇപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നേ ഉള്ളൂ. കാൽഷ്യം ഫോസ്ഫേറ്റ് അല്ലേ, കാൽഷ്യം ഫോസ്ഫേറ്റ്. Then, which of the below statement is true about ceramics? Low brittleness അല്ലെ, നമുക്ക് എപ്പോഴും ലോ ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ ഹാർഡ്നെസ് കൂടുതൽ എന്നാണ്, അത് നമ്മൾ എടുക്കരുത്. ലോ ലിമിറ്റഡ് മെറ്റീരിയൽ സപ്ലൈ, ഒരുപാട് മെറ്റീരിയൽ സപ്ലൈ ഉണ്ട്. ലോ ഇൻ കോമ്പാറ്റിബിലിറ്റി അല്ല, ലോ ഇൻ ഡിസീസ് ട്രാൻസ്മിഷൻ. പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന പോയിന്റ് ആണ്, അതാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്തത്. മെയിൻ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഇതിൽ നമുക്ക് ലോ ഇൻ ഡിസീസ് ട്രാൻസ്മിഷൻ തന്നെയാണ്. ഓക്കെ, ഡാഷ് ഡിപ്പെൻഡ്സ് ഓൺ ദ റിലേറ്റീവ് എമൗണ്ട്സ് ഓഫ് SiO2, CO ആൻഡ് NaO2. ഡാഷ് ഡിപ്പെൻഡ്സ്, ബ്രിട്ടിൽനെസ് ആണോ? അല്ല. പോറോസിറ്റി അല്ല, അത് ആക്ടിവിറ്റി അല്ല, ടെൻഷൻ സ്ട്രെങ്ത് അല്ല. ബയോ ആക്ടിവിറ്റി ഡിപ്പെൻഡ്സ്. ബയോ ആക്ടിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ റിലേറ്റീവ് എമൗണ്ട്സ് ഓഫ്, ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾ ബയോ ആക്ടിവിറ്റിയാണ് ഈ മെറ്റീരിയൽ കോമ്പിനേഷനിൽ ഡിപ്പെൻഡ് ആയിട്ട് നിൽക്കുന്നത് എന്നാണ് അത് മീൻ ചെയ്തിരിക്കുന്നത്. സോ വേറൊരു ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു.